Script and direction Shani Joshi. Editing Vismaya Rose. Technical support Austin Francis and Vismaya Rose. Presentation Shani Joshi and Blessy Joseph. ഞങ്ങൾ പരിചയപ്പെടുത്തുന്ന അമ്മച്ചിമാർ കോട്ടയം കുഞ്ഞമ്മ ലിലി ജോസ്, പൊന്നമ്മ ലിജി വിക്ടർ, മേരിക്കുട്ടി സോണറ്റ് ബിജു, അന്നമ്മ ഗ്ലാഡി ഹെൽവിൻ, ജസ്റ്റിസ് മറിയാമ്മ ബീന ഫ്രാൻസിസ്. ഈ പരിപാടിയിൽ അവതരിപ്പിക്കുന്ന കഥയും കഥാപാത്രങ്ങളും സന്ദർഭങ്ങളും തികച്ചും സാങ്കല്പികവുമാണ്. ജീവിച്ചിരിക്കുന്നവരോ മരിച്ചവരോ ആയി ഏതെങ്കിലും വിധത്തിലുള്ള സാമ്യം തോന്നുകയാണെങ്കിൽ തികച്ചും യാദൃച്ഛികമാണ്. ഈ പരിപാടി എന്റർടൈൻമെന്റ് പർപ്പസിന് വേണ്ടി മാത്രം അവതരിപ്പിക്കുന്നതാണെന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുന്നു. കലാപരിപാടികൾ തുടങ്ങാൻ ആരംഭിക്കേണ്ട. നമസ്കാരം. നിങ്ങളെല്ലാവരും പഞ്ചവടി, പഞ്ചവാദ്യം, പഞ്ചേന്ദ്രിയങ്ങൾ, പിന്നെ പഞ്ചസാര, പഞ്ചായത്ത് എന്നൊക്കെ കേട്ടിട്ടുണ്ടാവും. അതിൽ നിന്നൊക്കെ വളരെ വ്യത്യസ്തമായി നിങ്ങൾ ഇന്നിവിടെ കാണാൻ പോകുന്ന പരിപാടിയുടെ പേരാണ് പഞ്ചമുച്ചീസ് അഥവാ പഞ്ചമുച്ചീസ്. പഞ്ചമുച്ചീസ് എന്ന് പറഞ്ഞാൽ പഞ്ചതായ അമ്മച്ചീസ് എന്നൊന്നല്ല, നല്ല പഞ്ചും നല്ല മൊഞ്ചുള്ള അമ്മച്ചിമാരാണ്. നമുക്ക് ഈ അമ്മച്ചിമാരോടേക്ക് ഹാർദമായിട്ട് സ്വാഗതം ചെയ്യാം. വെൽക്കം ടു ദി ഗ്രാൻഡ് ഷോ പഞ്ചമുച്ചീസ്. അങ്ങോട്ട് നോക്കൂ, അങ്ങോട്ട് ബുദ്ധിമുട്ടുള്ളത് ഇങ്ങോട്ട് നോക്കിയത് അതാണ് നമ്മുടെ ഈ അഞ്ചമ്മച്ചീസിനെ നമ്മുടെ പ്രോഗ്രാമിലേക്ക് ഹാർദവമായി സ്വാഗതം. ഇനി ആവശ്യമായി നമുക്കൊന്ന് പരിചയപ്പെടണ്ടേ? ആദ്യമായി പാചകകലയിൽ ഏതൊരു 5 സ്റ്റാർ ഹോട്ടൽ ഷെഫിനെ പോലും വെല്ലുന്ന കൈപുണ്യം തനിക്ക് മാത്രമാണെന്ന് അഹങ്കരിക്കുകയും സ്വന്തം പെരുന്നാളിനെ പാൽപ്പായസത്തിൽ പഞ്ചസാരയ്ക്ക് പകരം ഉപ്പ് ചേർത്ത് അച്ചായന്റെ കൈയിടി മേടിച്ചു കൂട്ടുകയും ചെയ്ത കോട്ടയം കുഞ്ഞമ്മ. അടുത്തതായി സൗന്ദര്യ മത്സരത്തിൽ ഐശ്വര്യ റായിയെ പോലും വരുന്ന സൗന്ദര്യം തനിക്കുണ്ടെന്ന് അവകാശപ്പെടുകയും അഹങ്കാരം മൂത്ത് മിസ് യൂണിവേഴ്സ് മത്സരത്തിൽ പങ്കെടുക്കാൻ തീരുമാനിച്ച് വെളുക്കാൻ വേണ്ടി കാശ് ചെലവാക്കി കുടുംബം വിളിപ്പിച്ച പാലായിൽ നിന്ന് വന്ന പൊന്നമ്മ. അടുത്തതായി കണ്ടതും കേട്ടതുമായ എല്ലാം റീൽസിൽ ഒതുക്കി വാട്സ്ആപ്പ് സ്റ്റാറ്റസിലൂടെ നാട്ടുകാരെ കാണിക്കുകയും അതും പോരാതെ ഫേസ്ബുക്ക്, യൂട്യൂബ്, ഇൻസ്റ്റഗ്രാം അക്കൗണ്ടുകളിൽ വൈറലാകാൻ നോക്കുകയും ചെയ്യുന്ന റീൽസുകളുടെ ചുരുക്കം
നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിച്ചു. ഈ അമച്ചിസിനെ എല്ലാം ഒന്നിച്ചു ചേർക്കുന്നു. എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെട്ട ഒരു സംഗതിയുണ്ട്, സംഗീതം. പിച്ചും സംഗതിയും ഒന്നും ഇല്ലെങ്കിലും KS ചിത്രയേക്കാൾ വലിയ പാട്ടുകാരാണ് തങ്ങളെന്നാണ് ഇവരുടെ ഭാവം. അതുകൊണ്ട് തന്നെ എന്ത് ചോദിച്ചാലും ഇവർ പാട്ടിലൂടെ മാത്രമേ മറുപടി പറയുകയുള്ളൂ. അപ്പൊ പരിപാടി തുടങ്ങല്ലേ? പരിപാടിക്ക് നമുക്ക് ആദ്യമായി പ്രാർത്ഥനയോടെ തന്നെ തുടങ്ങാം. പ്രാർത്ഥനയ്ക്കായി വിശിഷ്ടാതിഥി നമ്മുടെ ജഡ്ജി അമ്മയെ സാദരം ക്ഷണിച്ചുകൊള്ളുന്നു. മാഡം, സോറി ഗൈസ്, ഇതൊന്ന് കൊടുക്കണേ. യെസ് യുവർ ഓണർ, ഞങ്ങളുടെ എല്ലാ പെറ്റീഷൻസും അങ്ങയുടെ തിരുമുൻപിൽ സമർപ്പിക്കുന്നു. ഞങ്ങളുടെ സിവിലും ക്രിമിനലുമായ എല്ലാ കുറ്റങ്ങളും ക്ഷമിക്കണമേ. 3 വർഷം നിന്റെ കൂടെ നടന്ന് അവസാനം 3 പ്രാവശ്യം നിന്നെ തള്ളിപ്പറഞ്ഞ് IPC സെക്ഷൻ 48A 48B പ്രകാരം വിശ്വാസവഞ്ചന, പരസ്യമായ തള്ളിപ്പറയൽ എന്നീ കുറ്റങ്ങൾക്ക് വിധേയനായ പത്രോസിനോട് നീ ക്ഷമിച്ചതുപോലെ അടിയങ്ങളോട് ക്ഷമിക്കണമേ. ഓർഡർ, ഓർഡർ. പ്രാർത്ഥന കഴിഞ്ഞ സ്ഥിതിക്ക് അധികം സമയം കളയാതെ എന്റെ കർത്തവ്യത്തിലേക്ക് ഞാൻ കടക്കട്ടെ. നമുക്ക് ഈ അമ്മച്ചിമാരോട് കുറച്ച് ചോദ്യങ്ങൾ ചോദിക്കാം. ഈ ഒരു സൗന്ദര്യം, ഈ ഒരു ഐശ്വര്യം, ഈ ഒരു മുഖശ്രീ, അത് ഈ അമ്മച്ചിമാരിൽ മാത്രം സവിശേഷത തന്നെ. ഈ ഒരു പ്രായത്തിലും ഇത്ര സൗന്ദര്യം കാത്തു സൂക്ഷിക്കുന്നതിന്റെ രഹസ്യം ഒന്ന് പറയാമോ? ചിമ്പാവ് കുന്നെല്ലിൻ ചോറ് നിന്റെ മുത്താരം മിന്നുന്ന മുല്ലപ്പൂച്ചിരിയോ വെറുതെയല്ല, നാവിൽ കൊതിയൂറുന്ന ഇത്തരം നാടൻ ഭക്ഷണങ്ങളാണല്ലേ നിങ്ങളുടെ സൗന്ദര്യത്തിന്റെ രഹസ്യം. ഇനി രണ്ടാമത്തെ ചോദ്യം. എല്ലാവർക്കും ഏറ്റവും പ്രിയപ്പെട്ട കാലഘട്ടമാണല്ലോ അവരുടെ കൗമാര കാലഘട്ടം. നിങ്ങളുടെ കൗമാര കാലഘട്ടത്തെ കുറിച്ച് എന്താണ് പറയാനുള്ളത്?
എല്ലാം ചടപടയായിരുന്നു. അപ്പൊ കല്യാണം കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് അപ്പച്ചന്മാരെ കുറിച്ച് എന്തായിരുന്നു അഭിപ്രായം? ഇനി നിങ്ങളുടെ മക്കളെ പറ്റി ലാപ്പും ആപ്പും ഒക്കെ കൊണ്ട് നടക്കുന്ന നിങ്ങളുടെ മക്കളെ പറ്റി എന്താ പറയാനുള്ളത്? മക്കളുടെ കാര്യം അങ്ങനെ. അപ്പൊ അവര് കെട്ടിക്കൊണ്ടുവന്ന മരുമക്കളോ? ഇവിടെ വേണ്ട, ഈ കാണുന്നവർക്കും വേണ്ട, ഞാൻ വേണ്ട, നമുക്ക് വേണ്ട, ഇവിടെ സീമന്തം തോണ്ട, അവിടെ വേണ്ട, ഇവിടെ വേണ്ട, ഈ കാണുന്നവർക്കും വേണ്ട, ഞാൻ വേണ്ട, പിന്നെ വേണ്ട, ഇവിടെ ആകുമ്പോൾ സീറ്റ് തോണ്ട. അപ്പോ അത്രയ്ക്ക് നല്ല മരുമക്കളാണല്ലേ? കെട്ടിപ്പിടിച്ചിരിക്കാനുള്ള സ്നേഹമില്ലേ നിങ്ങൾ തമ്മിൽ? മക്കളും മരുമക്കളും ഈ സ്ഥിതിയാണെങ്കിൽ പേരക്കുട്ടികളെ കേന്ദ്രമാരാകുകയോ? എങ്ങനെയാണ് നിങ്ങളുടെ പേരക്കുട്ടികള്? ഈ എംഎച്ചിസിന്റെ പേരക്കുട്ടികൾ മാത്രമല്ല, മറ്റുള്ള കുട്ടികളുടെ അവസ്ഥ ഇത് തന്നെയാണ്. മൊത്തത്തിൽ പറയുകയാണെങ്കിൽ ഈ 2K കിഡ്സിന്റെ കാര്യം ഇത്തിരി ഡേഞ്ചറാണ്. ഈ പിള്ളേരുടെ കയ്യിലില്ലാത്ത സാധനങ്ങളൊന്നുമില്ല. കള്ളും കഞ്ചാവും രാസലഹരിയും പിന്നെ അത്യാവശ്യം ചെറിയ വെട്ടുകുത്ത് നടത്താനുള്ള സർവത്ര ടൂൾസും പിള്ളേരുടെ കയ്യിലുണ്ടെന്നാണ് കേൾക്കുന്നത്. ഈ സാധനങ്ങളൊക്കെ പിള്ളേർക്ക് എവിടുന്ന കിട്ടണ ഓട്ടാ. പക്ഷേ പിള്ളേരെ മാത്രം കുറ്റം പറഞ്ഞിട്ടും കാര്യമില്ല. നമ്മള് എല്ലാവരും കുട്ടികളുടെ കാര്യത്തില് കുറച്ചും കൂടി ഒന്ന് ശ്രദ്ധിക്കണം എന്നാണ് എന്റെ ഒരു അഭിപ്രായം, അല്ലേ? പക്ഷേ ഇങ്ങനെ വെട്ടും കുത്തും കള്ളും കഞ്ചാവും ഒന്നും ഇല്ലാത്ത 2K കിഡ്സ് ഉണ്ട്. കണ്ടില്ലേ നിങ്ങളുടെ യൂണിറ്റിലെ കുട്ടികള്? കണ്ടത് ഇവരൊക്കെ നല്ല ദൈവഭക്തി അച്ചടക്കമുള്ള പിള്ളേരാ. ഫുള്ള് പോസിറ്റീവ് അല്ലേ മക്കളെ? കണ്ടറിയാം. ഇനി നിങ്ങളോട് ചോദിക്കട്ടെ, ഇവരുടെ പോസിറ്റീവ് വൈബ് കണ്ടിട്ട്, ഞങ്ങളുടെ മക്കളുടെ ഈ പോസിറ്റീവ് വൈബ് കണ്ടിട്ട് നിങ്ങൾക്ക് എന്ത് തോന്നി? ഇനി ഈ അമ്മച്ചിമാർ ഇപ്പോഴത്തെ ട്രെൻഡിങ് സോങ്ങിനൊപ്പം ചുവട് വെക്കുന്നത് നമുക്കൊന്ന് കാണണ്ടേ? പിന്നെ പഠിക്കാൻ
കേരള ഫയർഫോഴ്സിനും ഇവിടുത്തെ നാട്ടുകാർക്കും മറവാളാൻ സത്യത്തിന്റെ പേരിലും എന്റെ വ്യക്തിപരമായ പേരിൽ ഞാൻ നന്ദി രേഖപ്പെടുത്തുന്നു.